ഒളിച്ചുകളിക്കൊടുവിൽ ഇഡിക്ക് മുന്നിലെത്തി വീണ തൈക്കണ്ടിയിൽ മാസപ്പടി കേസിൽ ചോദ്യം ചെയ്യലിനായി വീണ ഹാജരായി. കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലാണ് വീണ എത്തിയത്. CMRL എക്സാലോജിക് ദുരൂഹ സാമ്പത്തിക ഇടപാടുകളിലാണ് ചോദ്യം ചെയ്യൽ. നേരത്തെ സമൻസ് നൽകിയിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി എത്തിയിരുന്നില്ല. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ഒടുവിൽ വീണ തൈക്കണ്ടിയിൽ ഇഡിക്ക് മുന്നിൽ ഹാജരായിരിക്കുന്നു. ചോദ്യം ചെയ്യൽ എത്രാമത്തെ മണിക്കൂറിലേക്ക് കടന്നു? ചോദ്യം ചെയ്യൽ എത്ര മണിവരെ നീളും? അറസ്റ്റിന് വല്ല സാധ്യതയുമുണ്ടോ? അൽനമ്പ്യാർ പറഞ്ഞതുപോലെ തന്നെ ഒരു സുപ്രധാനമായ ചോദ്യം ചെയ്യൽ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ. കാരണം പല ഘട്ടങ്ങളിൽ ചോദ്യം ചെയ്യലിന് ഒഴിഞ്ഞു മാറാനുള്ള എല്ലാ ശ്രമങ്ങളും വീണ നടത്തിയിരുന്നു. ആ ശ്രമങ്ങളെ എല്ലാം ഒടുവിൽ ഇപ്പോൾ ചോദ്യമുനയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യമുനയിലേക്ക് എത്തുന്നു. 10:30 തന്നെ 10:26 എത്തി. അധികം വൈകാതെ തന്നെ ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് കടന്നു. 11 മണിക്ക് ശേഷം ആദ്യം ഈ ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് കടന്നു. അങ്ങനെ 2 മണിക്കൂറോളം പിന്നിടുന്ന ഓരോ ചോദ്യം ചെയ്യൽ തന്നെയാണ് പുരോഗമിക്കുന്നത്. വീണയെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം ചെയ്യലിൽ ശരിക്ക് വേർക്കുമെന്നത് തന്നെയാണ് അതിലേറ്റവും പ്രധാനം. കാരണം പല ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി റെയ്ഡിനിടെ പോലും പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ പോലും വീണയ്ക്ക് നൽകാനുണ്ടായിരുന്നില്ല. അവിടെയാണ് ഇഡിയുടെ ഓഫീസിൽ ഇഡിയുടെ ചോദ്യമുറിയിൽ ഇഡി തയ്യാറാക്കിയ ചോദ്യങ്ങൾക്ക് മുന്നിൽ വിശദമായ ഒരു മറുപടി പറയേണ്ട പശ്ചാത്തലത്തിലേക്ക് സാഹചര്യത്തിലേക്ക് ഇപ്പോൾ വീണ എത്തിയിരിക്കുന്നത്. പ്രധാന ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് CMRLുമായി എക്സാലോജിക്കിനുണ്ടായിരുന്ന സാമ്പത്തിക ഇടപാടുകൾ, CMRLുമായി വീണ എന്ന വ്യക്തിപരമായി ഉണ്ടായിരുന്ന സാമ്പത്തിക ഇടപാടുകൾ, ഒപ്പം തന്നെ CMRL നിന്ന് അനുബന്ധ കമ്പനികളിൽ നിന്ന് വീണയും വീണയുടെ എക്സാലോജിക് കമ്പനിയും കൈപ്പറ്റിയ ആനുകൂല്യങ്ങൾ, വായ്പകൾ, അനധികൃത വായ്പകൾ എന്നിവ സംബന്ധിച്ചെല്ലാമുള്ള ചോദ്യങ്ങൾക്ക് തന്നെയാണ് മറുപടി പറയേണ്ടി വരിക. അത് പ്രധാനപ്പെട്ട തെളിവുകളുടെയും മുമ്പ് ലഭിച്ച ചില മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ എന്നതുകൊണ്ട് തന്നെയാണ് അത് ഏറ്റവും പ്രസക്തമാവുന്നതും. കാരണം CMRLുമായി ബന്ധപ്പെട്ടുകൊണ്ട് CMRLിൻ്റെ സ്ഥാപകനായിട്ടുള്ള മുൻ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ശശിധരൻ കർത്തയെ വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരങ്ങളുണ്ട്. ഇന്നലെ ശരണസ് കർത്തയാണ് ചോദ്യം ചെയ്യലിന് ഹാജരായത്. ജയ കർത്തയെ മണിക്കൂറുകൾ നീണ്ട 6 മണിക്കൂറിലധികം ചോദ്യം ചെയ്തിരുന്നു. എന്തിനാണ് വായ്പ നൽകിയത് 50 ലക്ഷം രൂപ എന്നതായിരുന്നു അവർക്ക് മുന്നിലുള്ള ചോദ്യങ്ങളെങ്കിൽ, മുമ്പ് ചോദ്യം ചെയ്ത CMRL ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം 2,78 ലക്ഷം രൂപ എന്തിന് നൽകി എന്ന ചോദ്യമുണ്ടായിരുന്നു. ഇതിനെല്ലാം തന്നെ അവർ നൽകിയ ഉത്തരവുമായി സാമ്യപ്പെടുന്നതാണോ വീണ നൽകുന്ന ഉത്തരങ്ങൾ എന്നത് പ്രധാനമാണ്. അങ്ങനെയല്ല എങ്കിൽ ഉത്തരങ്ങളിൽ അവ്യക്തതയുണ്ട് എങ്കിൽ ആവർത്തിച്ചുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കടക്കേണ്ടി വരും. കാരണം ഏത് ഘട്ടത്തിലാണ് പണം നൽകിയിരിക്കുന്നത്, അങ്ങനെ ലഭിച്ച പണം ഏതെല്ലാം കാര്യങ്ങൾക്ക് വിനിയോഗിക്കപ്പെട്ടു, ആ നൽകിയ പണത്തിന്റെ ഉറവിടം എന്താണ്, ലഭിച്ച പണം എങ്ങോട്ടെല്ലാം പോയിട്ടുണ്ട്, എവിടെയെല്ലാമാണ് അത് വിനിയോഗിക്കപ്പെട്ടിരിക്കുന്നത്, ഭൂമിയിലാണോ മറ്റു നിക്ഷേപങ്ങളിലാണോ ആ പണം വിനിയോഗിച്ചിരിക്കുന്നത്, അങ്ങനെയെങ്കിൽ ആരുടെയെല്ലാം കൈവശം ആ പണം എത്തിയിട്ടുണ്ട് തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണയെ ചോദ്യം ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ചെയ്യൽ ഏറ്റവും പ്രധാനമാകുന്നത്. മാത്രമല്ല, ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരിക്കാൻ വെള്ളിയാഴ്ച ഹാജരാകാനായിരുന്നു ആദ്യം സമൻസ് നൽകിയിരുന്നത്. എന്നാൽ ആ സമൻസിൽ ഹാജരായില്ല എന്ന് മാത്രമല്ല, ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചോദ്യങ്ങൾക്കുള്ള മറുപടി അഭിഭാഷകൻ മുഖേന നൽകിയാൽ മതിയോ എന്നൊരു ചോദ്യം വീണ അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകി. എന്നാൽ അന്വേഷണ സംഘം നൽകിയ മറുപടി അങ്ങനെ പറ്റില്ല, നേരിട്ട് ഹാജരാകണം, നേരിട്ട് ഹാജരായി വിശദമായി തന്നെ തങ്ങളുടെ ചോദ്യങ്ങൾക്ക്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യങ്ങൾക്ക് വീണ മറുപടി നൽകി തന്നെ മുന്നോട്ട് പോകണമെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ മറ്റു വഴികളില്ലാതെയാണ് ഇന്ന് 10:26 വീണ ഇവിടെ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത്. ആ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഒരുപക്ഷെ മണിക്കൂറുകൾ നീളുന്ന ചോദ്യം ചെയ്യൽ. അതല്ല എങ്കിൽ പ്രധാനപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ആവർത്തിച്ച് വീണ്ടും സമൻസ് നൽകി രേഖകൾ ഹാജരാക്കിയുള്ള ചോദ്യം ചെയ്യൽ. കാരണം വീണയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് രേഖകൾ ഇന്ന് ഹാജരാക്കി എന്നതിൽ വ്യക്തതയില്ല. ഒരു ഹാൻഡ് ബാഗ് മാത്രം തൂക്കിയാണ് വീണ ചോദ്യം ചെയ്യൽ മുറിയിലേക്ക് കടന്നുപോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ രേഖകൾ ഹാജരാക്കേണ്ടി വരും. കാരണം ഇന്നലെ ശരണസ് കർത്തയെ ചോദ്യം ചെയ്തപ്പോൾ 15 വർഷത്തെ രേഖകളായിരുന്നു ഹാജരാക്കാൻ ആവശ്യപ്പെട്ടത്. CMRLുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും, കഴിഞ്ഞ 15 വർഷമായി നടത്തിയിട്ടുള്ള മുഴുവൻ ഇടപാടുകളും വ്യക്തമാക്കുന്ന അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകണമെന്നായിരുന്നു CMRLിൻ്റെ മാനേജിംഗ് ഡയറക്ടറോട് ആവശ്യപ്പെട്ടിരുന്നത്. അതനുസരിച്ച് വലിയ ട്രോളി ബാഗ് നിറയെ രേഖകളുമായിട്ടാണ് ഹാജരായത് എങ്കിൽ വീണയും അത്തരത്തിൽ തന്നെ പ്രധാനപ്പെട്ട രേഖകൾ പലതും ഹാജരാക്കാനുണ്ട്. അതിൽ പല രേഖകളും അന്വേഷണ സംഘം നിലവിൽ അവരുടെ കൈവശം ഉള്ളതാണ്. SFIO ശേഖരിച്ച രേഖകളുണ്ട്, SFIOയുടെ കൈവശം ലഭിച്ച രേഖകളുണ്ട്. ഒപ്പം തന്നെ വീണ വ്യക്തിപരമായി CMRLുമായി ഉണ്ടാക്കിയ കരാറുണ്ട്. 2016-ൽ 2017-ൽ എക്സലോജിക് എന്ന കമ്പനി
ടി വീണയുടെ മാത്രം ഉടമസ്ഥതയിലുള്ള ഒരേ ഒരു ഏക വ്യക്തി ഉടമസ്ഥയായിട്ടുള്ള കമ്പനി. ആ കമ്പനി എക്സാലോജിക്ക് CMRL ബന്ധപ്പെട്ട കരാറുണ്ട്. അങ്ങനെ നിരവധി കരാറുകളും രേഖകളും പണമിടപാടിൻ്റെ വിവരങ്ങളും വിദേശ നിക്ഷേപങ്ങളും എല്ലാം ബന്ധപ്പെട്ട വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് തന്നെയാണ് വീണ മറുപടി പറയേണ്ടി വരുന്നത്. അത്തരത്തിൽ നിർണായകമായ ചോദ്യം ചെയ്യൽ തന്നെയാണ് ഇപ്പോൾ കൊച്ചി ED സോണൽ ഓഫീസിൽ പുരോഗമിക്കുന്നത്. അനിൽ നമ്പ്യാർ. ജിജീഷ്, പ്രധാനപ്പെട്ട EDയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ആണോ വീണ തൈക്കണ്ടിയിലെ ചോദ്യം ചെയ്യുന്നത്? അൽനബീർ, ഡെപ്യൂട്ടി ഡയറക്ടർ മുതലുള്ള ഉദ്യോഗസ്ഥർ ഈ ചോദ്യം ചെയ്യലിന് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. കാരണം ഈ അന്വേഷണത്തിൻ്റെ പ്രാധാന്യം, ഒപ്പം തന്നെ ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രാധാന്യം, ഈ ഒരു കേസിനുള്ള പ്രാധാന്യം എല്ലാം തന്നെ. കാരണം രാഷ്ട്രീയ നേതാക്കളടക്കം ഭരണതലത്തിൽ സ്വാധീനമുണ്ടായിരുന്ന മുൻ മുഖ്യമന്ത്രിയുടെ നിലവിലെ പ്രതിപക്ഷ നേതാവിൻ്റെ മകളാണ് ചോദ്യം ചെയ്യലിന് വിധേയയാകുന്നത്. സ്വാഭാവികമായും ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ അതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചിട്ടുണ്ട്. CMRL പോലെ കരുനിഴലിലായ കരിമണൽ കമ്പനി പണം എന്തിന് വീണയുടെ എക്സാലോജിക്കിന് നൽകി, ആ കടലാസ് കമ്പനിക്ക്, എക്സാലോജിക് എന്ന കടലാസ് കമ്പനിക്ക് നൽകി എന്നത് പ്രധാനമാണ്. കാരണം കഴിഞ്ഞ ദിവസം റെയ്ഡിനിടെ പ്രാഥമികമായി ടി വീണയെ ചോദ്യം ചെയ്തിരുന്നു അന്വേഷണ സംഘം. ആ ചോദ്യം ചെയ്യലിൽ അവർ നൽകിയ മറുപടി എന്ന് പറയുന്നത് എക്സാലോജിക്കിന് എവിടെയാണ് ഓഫീസ് ഉള്ളത് എന്നതായിരുന്നു ഒരു ചോദ്യം. ബാംഗ്ലൂരിൽ എവിടെയാണ് ആ ഓഫീസ് പ്രവർത്തിച്ചത് എന്നായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ആ ഘട്ടത്തിൽ ചോദിച്ചത്. എന്നാൽ അതൊരു വെർച്വൽ ഓഫീസാണ് എന്ന് മറുപടി ആയിരുന്നു ടി വീണ ആ സമയം ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. അത് ഒരേ സമയം കൗതുകവും അതേ സമയം തന്നെ നിരവധി ചോദ്യങ്ങളും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉയർത്തുന്നതായിരുന്നു. കാരണം തീർത്തും അത്തരമൊരു മറുപടി പറയുമ്പോൾ എത്രമാത്രം അതിനെ ഗൗരവത്തിൽ കാണുന്നുണ്ട്, ആ ഒരു കമ്പനിയുടെ ഗൗരവം എന്താണ്, അങ്ങനെ ഒരു കമ്പനി പോലും പ്രവർത്തിച്ചിരിക്കാനുള്ള സാധ്യത, അത് പണമിടപാടിന് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു കമ്പനിയാകാനുള്ള സാധ്യത എന്നിവയെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് തന്നെയായിരുന്നു ഒരു വെർച്വൽ കമ്പനി എന്ന ഒറ്റ വാക്കിലുള്ള മറുപടി ടി വീണ അന്ന് നൽകിയത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വെർച്വൽ കമ്പനിയാണോ ഈ എക്സാലോജിക്ക്, അങ്ങനെയെങ്കിൽ അത് നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, കള്ളപ്പണ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെയായിരിക്കും കൂടുതൽ വ്യക്തത ടി വീണയുടെ ചോദ്യം ചെയ്യലിൽ വരാനിരിക്കുന്നത്. അനിൽ നമ്പ്യാർ. യെസ്, ന്യൂസ് ഡെസ്കിൽ നിന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് രഞ്ജിത്ത് അമ്പാടിയും ചേരുന്നു. രഞ്ജിത്ത്, മുട്ടയില്ല, മുടയില്ല, കട്ടയില്ല, കമ്പില്ല, അരിശം തീർക്കാൻ ഒരു പാർട്ടിക്കാരൻ പോലുമില്ല. ആകെ വന്നത് ഭർത്താവ് മുഹമ്മദ് റിയാസ് മാത്രം. തീർച്ചയായിട്ടും EDയുടെ അന്വേഷണം തിരുവനന്തപുരത്ത് പിണറായിയുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ, വാടക വീട്ടിലേക്ക് എത്തിയപ്പോൾ കണ്ട സന്നാഹങ്ങളും കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് അറസ്റ്റിലായി 26 പേർ ഇതുവരെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ EDയുമായി ബന്ധപ്പെട്ട് വീണാ വിജയൻ്റെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ ഒരൊറ്റ CPM കാരൻ പോലും കൊച്ചിയിലെ ED ഓഫീസിൻ്റെ പരിസരത്തില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. ഭർത്താവ് മുഹമ്മദ് റിയാസ് മാത്രമാണ് വാഹനത്തിൽ കൊണ്ടുപോയത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണിന്ന് ED വീണയോട് ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നു ചെന്നെത്തുന്നത് മിക്കവാറും പിണറായി വിജയനിലേക്ക് കൂടിയായിരിക്കും. കാരണം അബുദാബിയിലെ ബാങ്ക് വഴി എത്ര കോടിയുടെ ഇടപാട് നടത്തി, അതുപോലെ തന്നെ വീണയ്ക്ക് HDFC ബാങ്കിലല്ലാതെ എത്ര അക്കൗണ്ടുകളുണ്ട്, വീണയും CMRLും തമ്മിലുള്ള 50 ലക്ഷത്തിൻ്റെ സാമ്പത്തിക ഇടപാട്, അത്രയും വലിയൊരു തുക വീണാ വിജയന് നൽകാൻ എന്താണ് കാരണം, CMRL എന്ത് ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിൽ വീണാ വിജയൻ അത്രയും വലിയ തുക നൽകി തുടങ്ങിയ വളരെ നിർണായകമായ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ കേവലം ഒരു 1,78 ലക്ഷം രൂപയുടെയോ അല്ലെങ്കിൽ 2,68 ലക്ഷം രൂപയുടെയോ ഒരു ക്രമക്കേടിനെ കുറിച്ചുള്ള അന്വേഷണമല്ല ED നടത്തുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇവിടെ നേരത്തെയൊക്കെ പുറത്തു വന്നതുപോലെ കർത്തയുടെ ഡയറിയിൽ എഴുതിയിട്ടുള്ള നിരവധി പേരുകളിൽ പ്രധാനി പിണറായി വിജയനാണ്. ആ പിണറായി വിജയന് കോടിക്കണക്കിന് രൂപ നൽകിയിട്ടുണ്ട് എന്നുള്ള പല ആക്ഷേപങ്ങളും ഉയർന്നിട്ടുണ്ട്. അപ്പോൾ വീണാ വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകൾക്ക് ചെറിയൊരു ടോക്കൺ പോലെ നൽകിയതാണ് ഈ തുകയെങ്കിൽ, ഈ യഥാർത്ഥത്തിൽ കരിമണൽ കടത്താൻ കേരളത്തിൻ്റെ തീരങ്ങളിൽ നിന്ന് കരിമണൽ അനധികൃതമായി CMRLിലേക്ക് കടത്താൻ എത്ര കോടി രൂപ കൈക്കൂലി ഇനത്തിൽ, കോഴ ഇനത്തിൽ അവർ ഇറക്കിയിട്ടുണ്ടാകാം. ആ തുക രഞ്ജിത്ത് പറഞ്ഞ ഇക്കാര്യമാണ് പ്രധാനം. കാരണം ഏകദേശം 1500 കോടിയുടെ ബിസിനസ് കരിമണൽ കർത്ത നടത്തി എന്ന് അറിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു 10% വിജയന് ലഭിച്ചാൽ തന്നെ 150 കോടിയാകും. ഈ 2.78 കോടിയൊന്നുമല്ല. അങ്ങനെ ഒരു ഡീലിന് ഒരു കാരണവശാലും വിജയനെ പോലുള്ള ഒരാൾ കൂട്ടുനിൽക്കില്ല. സ്വാഭാവികമായിട്ടും വലിയൊരു ഡീല് നടന്നിട്ടുണ്ട്. അതിൻ്റെ വിഹിതം വിജയനും കുടുംബവും കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഈ കള്ളപ്പണം
അതാണ് നേരത്തെ പറഞ്ഞതുപോലെ അബുദാബിയിലെ ആ കമേഴ്സ്യൽ ബാങ്കിൽ കള്ളപ്പണം നിക്ഷേപിച്ചിട്ടുണ്ട്. അതിൻ്റെ രേഖകളും ED ഉദ്യോഗസ്ഥ വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ പരിശോധിച്ചപ്പോൾ കണ്ടെത്തി എന്നുമല്ലേ പുറത്തുവന്ന റിപ്പോർട്ട്? തീർച്ചയായിട്ടും അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ആ ഫിഗർ തന്നെയാണ് ഇപ്പോൾ ED ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നത്. 160 കോടി രൂപ. അത് അങ്ങ് പറഞ്ഞതുപോലെ 1600 കോടി ഇവിടെ 10% അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് ഇടപാടുകളുടെ പണമായിരിക്കാം. ആ 160 കോടി രൂപയുടെ ഇടപാടുകൾ സംബന്ധിച്ച നിർണായകമായ രേഖകൾ EDക്ക് ലഭിച്ചിരിക്കുന്നു. ആ രേഖകൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായിട്ടാണ് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് വഴി എത്ര കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ വീണ വിജയൻ നടത്തിയിട്ടുണ്ട്. വീണ വിജയന് മാത്രമാണോ പിണറായിക്കും അല്ലെങ്കിൽ പിണറായിയുടെ മകനും ആ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ? ഇതുകൂടാതെ HDFC ഒഴിച്ച് മറ്റേതൊക്കെ ബാങ്കുകളിൽ വീണ വിജയൻ അക്കൗണ്ടുകളുണ്ട്? ഇത് വളരെ നിർണായകമായ ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ ചോദ്യം ചെയ്യൽ, ഇന്നത്തെ വീണ വിജയന്റെ ED ഓഫീസിലെ ചോദ്യം ചെയ്യൽ യഥാർത്ഥത്തിൽ വീണയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ല, മറിച്ച് പിണറായി വിജയനെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. ആരൊക്കെയാണോ വീണ വിജയന്റെ പേരിൽ, വീണ വിജയന്റെ പിന്നിൽ ആരൊക്കെയാണോ ഉള്ളത് അവരെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. കേരളത്തിലെ തീരങ്ങളിൽ നിന്ന് കരിമണൽ കടത്താൻ 2017 മുതൽ ശശിധരൻ കർത്തയ്ക്ക് അനധികൃതമായി അനുവാദം കൊടുക്കുകയും 2021 വരെ അത്തരത്തിൽ അനധികൃതമായി കോടിക്കണക്കിന് രൂപയുടെ കരിമണൽ കടത്തിക്കൊണ്ട് വളരെയധികം നഷ്ടത്തിലായിരുന്ന CMRL എന്ന സ്ഥാപനം കേവലം 2-3 വർഷങ്ങൾക്കുള്ളിൽ വലിയ സാമ്പത്തിക ലാഭത്തിലേക്ക് എത്തുന്നു.